പ്രഭാഷകന്റെ ഗ്രന്ഥം 40-ാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ദയനീയാവസ്ഥ എന്ന ശീർഷകം ഏത് അധ്യായത്തിലാണുള്ളത്? ഉത്തരം പ്രഭാഷകൻ 40-ാം അധ്യായം. ആരുടെ മേലാണ് ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ആദത്തിന്റെ സന്തതികളുടെ മേൽ. ആരാണ് മരണദിനത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത്? ഉത്തരം ആദത്തിന്റെ സന്തതികൾ. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെക്കുറിച്ചാണ് എന്ന് പ്രഭാഷകൻ 40:2 ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ആദത്തിന്റെ സന്തതികളെക്കുറിച്ച്. പൊടിയിലും ചാരത്തിലും കഴിയുന്നത് ആരാണ്? ഉത്തരം എളിയവൻ. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ അവന് വിഭ്രാന്തി ഉളവാക്കുന്നത് എന്താണ്? ഉത്തരം നിശാനിദ്ര. അവന് അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം വിശ്രമം. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് 7 ഇരട്ടിയും വന്നു ചേരുന്നത് എന്താണ്? ഉത്തരം മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും. ദുഷ്ടർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാമാണ്? ഉത്തരം മരണം, രക്തച്ചൊരിച്ചിൽ, കലഹം, വാൾ, ആപത്ത്, ക്ഷാമം, പീഡനം, മഹാമാരി. ആര് നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത്? ഉത്തരം ദുഷ്ടർ നിമിത്തം. എന്നേക്കും നിലനിൽക്കുന്നതെന്താണ്? ഉത്തരം വിശ്വസ്തത. കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകുന്നതും എന്താണ്? ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത്. ആർക്കാണ് സന്തോഷം ലഭിക്കുന്നത്? ഉത്തരം ഔദാര്യശീലന്. ജീവിതം മധുരമായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. ആരുടെ സന്തതിയാണ് അധികം ശാഖ ചൂടുകയില്ലാത്തത്? ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവന്റെ സന്തതി. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനേക്കാളും സംഗീതത്തെക്കാളും ശ്രേഷ്ഠമായതെന്താണ്? ഉത്തരം ജ്ഞാനതൃഷ്ണ. പ്രഭാഷകൻ 40:20 അനുസരിച്ച് ജ്ഞാനതൃഷ്ണയാണ് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനേക്കാളും സംഗീതത്തെക്കാളും ശ്രേഷ്ഠമായത്. ഗാനമാധുരി വർദ്ധിപ്പിക്കുന്ന കുഴലിനേക്കാളും കിന്നരത്തെക്കാളും ആസ്വാദ്യമായതെന്താണ്? ഉത്തരം ഇമ്പമുള്ള മനുഷ്യസ്വരം. കണ്ണിന് ആനന്ദം നൽകുന്ന പ്രസന്നതയെയും സൗന്ദര്യത്തെയും കാൾ ആനന്ദദായകമായതെന്താണ്? ഉത്തരം വയലിലെ ഇളംതളിരുകൾ. വിഷമസന്ധികളിൽ ഉപകരിക്കുന്നത് ആരാണ്? ഉത്തരം സഹോദരരും സഹായകരും. സഹോദരരെയും സഹായകരെയും കാൾ സുരക്ഷിതമായ അഭയമേതാണ്? ഉത്തരം ദാനധർമ്മം. ദാനധർമ്മമാണ് ഏറ്റവും സുരക്ഷിതമായ അഭയം. പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമായതെന്താണ്? ഉത്തരം സതുപദേശം. ആർക്കാണ് അന്യസഹായം തേടേണ്ടതില്ലാത്തത്? ഉത്തരം ദൈവഭക്തന്. കാരുണ്യവും ദൈവഭക്തിയും എന്തുപോലെയാണ്? ഉത്തരം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏതു മഹത്വത്തെക്കാളും നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നത് എന്താണ്? ഉത്തരം ദൈവഭക്തി. ആരുടെ അസ്തിത്വമാണ് ജീവിതമെന്ന പേരിന് യോഗ്യമല്ലാത്തത്? ഉത്തരം മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവന്റെ. മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവന്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ല. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും ഒഴിവാക്കുന്നത് എന്താണ്? ഉത്തരം അന്യന്റെ ഭക്ഷണം. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അന്യന്റെ ഭക്ഷണം ഒഴിവാക്കും. ആരുടെ നാവിനാണ് ഭിക്ഷാടനം മധുരമായിരിക്കുന്നത്? ഉത്തരം നിർലജ്ജന്റെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രഭാഷകന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഈ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും സഹായകരമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.